ഹേ ഗായ്സ്, വെളുപ്പിന് 4 മണിയൊക്കെ ആയി. അപ്പം നമ്മളാണെങ്കിൽ ട്രിപ്പ് പോകാൻ പോകും. എക്സാമിന് പോലും ഈ സമയത്ത് എണീറ്റിട്ടില്ല പഠിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഇല്ലീഗൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി സെറ്റായി ഫ്രണ്ട് വരും. അവൻ്റെ വണ്ടിയിൽ കയറുക, നേരെ പോയി ഇല്ലീഗലിൻ്റെ ബാക്ക് സൈഡിൽ ഇറങ്ങുക. ബാക്ക് സൈഡിൽ നിന്ന് മല വലിഞ്ഞും മണ്ടയിൽ കയറുക. എന്നിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ 4 മണിക്ക് ഇറങ്ങുന്നത്, 4 മണിയല്ല, ഇപ്പോൾ ഒരു 5 മണിയായി. നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്നുള്ള ഇറങ്ങണം എന്നുള്ളൊരു സെറ്റപ്പിൽ ചെയ്തു കേട്ടോ. അപ്പം 5 മണിക്കാണെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ്. 6 മണിക്ക് നമുക്ക് അവിടെ എത്തണം. 6 മണിക്ക് നമ്മൾ മല കയറാൻ തുടങ്ങിയാലുള്ള 7 മണി 7:30 ആകുമ്പോഴത്തേനും നമുക്ക് മല കയറി കഴിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ. അതേസമയം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരൻ്റെ വണ്ടിയിൽ കയറി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 5 മണിയൊക്കെ ആയപ്പോഴത്തേനുമാണ് നമ്മൾ ഇറങ്ങിയത്. ഇല്ലിക്കലാണെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുന്ന ടൈമിൽ എത്തുമ്പോഴത്തേനും അധികം ആൾക്കാരൊന്നും കാണത്തില്ല, നമുക്ക് ആദ്യമേ അങ്ങ് കയറാം എന്ന് വിചാരിച്ച് നമ്മളാണെങ്കിൽ ഇങ്ങ് പോയത് കേട്ടോ. അപ്പോൾ ഇല്ലിക്കൽ എത്താറായി. അപ്പോൾ ഇല്ലിക്കൽ എത്തിയപ്പോഴത്തേക്കും ജനസമുദ്രം. ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാരാണെങ്കിൽ 6 മണിക്ക് ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ തന്നെ നമ്മളെ വരവേറ്റത് കുറേ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കയറി മടുക്കും കേട്ടോ. അധികം സ്റ്റാമിനയും നമുക്കാണെങ്കിൽ ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം എത്തിയപ്പോഴത്തേനും ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു കടലും കാര്യങ്ങളൊക്കെ ഇറങ്ങി, അതുകൊണ്ട് നമുക്കാണെങ്കിൽ പൊക്കത്തേക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. സോ നമ്മളാണെങ്കിൽ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പൊക്കത്തേക്ക് കയറാം എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുമായിരുന്നു. ഹേ ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ പാതി കയറിയപ്പോഴത്തേനും ഇവിടെ ആണെങ്കിൽ കടന്നലും കാര്യങ്ങളൊക്കെ ഇളകി. അപ്പം നേരത്തെ വന്ന പിള്ളേരാണെങ്കിൽ മറ്റേ മലയുടെ അപ്പുറമൊക്കെ പോയി ആരും ഇറങ്ങാത്ത സ്ഥലത്ത് പോയപ്പോഴത്തേനും അവിടുത്തെ കടന്നലും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇളകി ഇവിടെ ഫുള്ള് സ്പ്രെഡായിട്ട് കിടക്കുമായിരുന്നു. അപ്പം നമുക്ക് പൊക്കത്ത് പോകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പൊക്കത്ത് പോയാൽ കുത്തും കാര്യങ്ങളും എല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളത് ഇവിടെ വെച്ചാണെങ്കിൽ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇറങ്ങിയിട്ട് നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നിങ്ങളോടാണെങ്കിൽ ഇതിൽ അറിയിക്കാം, വീഡിയോ ആയിട്ട് നമ്മളാണെങ്കിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങിയാലോ. അത് കഴിഞ്ഞത് നമ്മൾ നരകപാലത്തേക്കൂടെ അങ്ങ് കയറിയപ്പോഴത്തേനും ആദ്യത്തെ കുത്ത് എനിക്ക് കിട്ടി. അപ്പം കുത്ത് കിട്ടിയപ്പോഴത്തേനും നമ്മളാണെങ്കിൽ ഉടനെ തിരിഞ്ഞോടി. നമ്മളാണെങ്കിൽ ഇത് ഡ്രസ്സിലൊക്കെ ഇത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇത് കടന്നലല്ല, നമ്മളാണെങ്കിൽ ഇത് തേനീച്ചയാണ്, വലിയ തേനീച്ചയാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ കുത്ത് കിട്ടിയപ്പോഴത്തേനും നമ്മളാണെങ്കിൽ ഓടിച്ചാടി വന്നതിൻ്റെയും ഇരട്ടി സ്പീഡിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഹാഫ് സ്ഥലത്തിലേക്ക് എത്തി, ഇല്ലിക്കലിൻ്റെ നടുഭാഗത്തേക്ക് എത്തി. അപ്പം കുത്തതിൻ്റെ സൂചി ഉണ്ടോ കിട്ടിക്ക സാധനം കിട്ടി. അവിടെ ഡ്രസ്സിൻ്റെ അകത്ത് ഇതാ പോയി. അടുത്ത കുത്ത് വീഡിയോ മുഖ്യം. കിട്ടിയോ? ഇല്ല. കള്ളക്കാ പറക്കി